നവംബർ 17 മുതൽ 2018 നവംബർ 16 വരെയുള്ള ഒരു വർഷക്കാലം ശബരിമല മാളികപ്പുറത്തമ്മയുടെ മുഖ്യ പൂജകനായി ശബരീശ സന്നിധിയിലെത്തിയത് കൊല്ലം മയ്യനാട് വരിക്കം ഇല്ലം ബ്രഹ്മശ്രീ അനീഷ് നമ്പൂതിരിയായിരുന്നു. മാളികപ്പുറത്തമ്മയുടെ സൗദത്തിങ്കൽ ദേവി ഉപാസകനാകാൻ ലഭിച്ച അവസരത്തെ മുജ്ജന്മ സുഹൃതമായി കാണുന്നു ഈ പുരോഹിതൻ. വളരെ പൂർവജന്മ സുഹൃതം അല്ലെങ്കിൽ ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം ഇങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ടാണ് ശബരിമല മാളികപ്പുറത്ത് പൂജ ചെയ്യാനുള്ളൊരു സൗഭാഗ്യം കിട്ടിയത്. വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഞാൻ മാളികപ്പുറത്ത് ഉണ്ടായിരുന്ന സമയത്ത്. അഴകത്ത് ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ബ്രഹ്മശ്രീ കണ്ഠരര് മഹേഷ് മോഹനരും അവരോടൊപ്പം ഒരു വർഷക്കാലം അവിടെ കഴിയാൻ സാധിച്ചു. ആ സമയത്തായിരുന്നു പ്രളയം, പിന്നെ എന്താ പറയുക, സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട ആചാരലംഘനം ഒക്കെ നടക്കുന്നതെല്ലാം ആ സമയത്തായിരുന്നു. അത് നമ്മുടെ മനസ്സിനെ വല്ലാതെ അലട്ടിയതും എക്സ്പീരിയൻസ് തോന്നിയതുമായ കാര്യങ്ങളായിരുന്നു. മഹാസൗഭാഗ്യത്തോടൊപ്പം ഇത്തരം കാര്യങ്ങൾ കൂടി അവിടെ നേരിടേണ്ടി വന്നു. അതെല്ലാം ഒരു പുത്തൻ അനുഭവങ്ങളായിരുന്നു. എല്ലാം കൊണ്ടും ശബരിമല മാളികപ്പുറം മേൽശാന്തിയായത് വളരെ വലിയ ഒരു അനുഗ്രഹമായിട്ടും ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ടും കരുതുന്നു. ഞാൻ ഒരു 2015 മുതൽ ശബരിമല മാളികപ്പുറം അപേക്ഷിക്കാറുണ്ട്. ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കാറുണ്ടെങ്കിലും 2017 മാളികപ്പുറത്തമ്മയുടെ മേൽശാന്തി ലിസ്റ്റിൽ ഉൾപ്പെട്ടത്. ആദ്യത്തെ പ്രാവശ്യമാണ്. ആ പ്രാവശ്യം തന്നെ മേൽശാന്തി ആവാനുള്ള സൗഭാഗ്യവും കിട്ടി. 10-20 വർഷത്തോളം ശാന്തി ചെയ്യുന്ന എനിക്ക് ദേവി തന്ന ഒരു മഹാ അനുഗ്രഹമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. മയ്യനാട് ജന്മംകുളം ഭഗവതി ക്ഷേത്രത്തിലും മണ്ണൂർക്കാവ് ദേവീക്ഷേത്രത്തിലും പുന്നക്കുളം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ഒക്കെയാണ് ഇതിനു മുമ്പ് ഞാൻ പൂജ കഴിച്ചിട്ടുള്ളത്. മണ്ണൂർക്കാവ് വെച്ചിട്ടാണ് എനിക്ക് ശബരിമലയ്ക്ക് മേൽശാന്തിയായി പോകാനുള്ള സൗഭാഗ്യം ലഭിച്ചത്. അതിൽ മണ്ണൂർക്കാവ് ക്ഷേത്ര ഭരണസമിതിയോട് അഗാധമായ നന്ദി പ്രത്യേകം പറയണം, പ്രത്യേകിച്ച് സെക്രട്ടറി രവി മൈനാഗപ്പള്ളി സാറിനോട്. അങ്ങനെ ശബരിമല മാളികപ്പുറത്ത് എത്തിയെങ്കിലും അതിനു മുമ്പ് ശബരിമലയ്ക്ക് ഞാൻ പോയിട്ടുണ്ടെങ്കിലും ശരിക്കും 18-ാം പടിയൊക്കെ ചവിട്ടി 18 പടിയും ചവിട്ടി ദർശനം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കാരണം പോലീസുകാർ വലിച്ച് കേട്ട് അതിൽ മുഴുവനും നമുക്ക് 18 പടിയൊന്നും മുഴുവനും ചവിട്ടി പോയിട്ടുണ്ടോ എന്ന് അറിയില്ല എനിക്ക്. എങ്കിലും ഈ പ്രാവശ്യം അത് ശബരിമലയിൽ മാളികപ്പുറത്ത് മേൽശാന്തിയായി പോയപ്പോഴാണ് വളരെ സാവധാനം ഓരോ പടിയായിട്ട് ചവിട്ടി കയറാൻ സാധിച്ചതും അയ്യപ്പസ്വാമിയുടെ ദർശനം സുഗമമായി നടന്നതും എല്ലാം. അതിനു മുമ്പ് ഒരു സെക്കൻഡൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലേ ആയിട്ടുള്ളൂ. ഒരു പ്രസാദം അകത്തു നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ചെങ്കിലും പരിചയക്കാരും ഇല്ലാത്തതുകൊണ്ട് അതും നമുക്ക് കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അകത്തു നിന്നൊരു പ്രസാദം കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ. അങ്ങനെയുള്ള പ്രാർത്ഥനയൊക്കെ ആയിട്ട് നടന്നിരുന്ന സമയത്താണ് ശബരിമലയ്ക്കും മാളികപ്പുറത്തേക്കും അപേക്ഷ അയക്കണമെന്നും ആ ഇൻ്റർവ്യൂ കാര്യങ്ങളിൽ പങ്കെടുക്കണമെന്നും ഒക്കെ ഗുരുനാഥൻ പാലക്കാട് നന്ദൻ നമ്പൂതിരിയും മംഗലത്തിലത്ത് നന്ദൻ നമ്പൂതിരിയും മൂത്തടത്ത് ദാമോദരൻ നമ്പൂതിരിയും പറയുന്നത്. അവരുടെയൊക്കെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടിയാണ് അയച്ചു തുടങ്ങിയത്. എന്തായാലും അവരുടെ അനുഗ്രഹം അനുഗ്രഹം വളരെ സന്തോഷകരമായൊരു അനുഭവമായി മാറി. മാളികപ്പുറത്ത് ഒരു വർഷം പുറപ്പെടാൻ ശാന്തിയായി കഴിഞ്ഞ് ഒരു വർഷം അയ്യപ്പസ്വാമിയുടെയും മാളികപ്പുറത്തമ്മയുടെയും സാമീപ്യത്തോടു കൂടി കഴിയാനും ഒക്കെ ഒരു ഭാഗ്യം കിട്ടി. അതേമാതിരി തന്നെയായിരുന്നു അവിടുത്തെ തന്ത്രിമായ കണ്ഠരര്
ബ്രഹ്മശ്രീ മഹേഷ് മോഹനർ ശബരിമല മേശാന്തി ആയിരുന്നു ആ സമയത്ത്, ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി. ഇവർ രണ്ടുപേരും വളരെ നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറിയതും നമുക്ക് വേണ്ട ഉപദേശ കാര്യങ്ങളൊക്കെ ചെയ്തതും. അത് കഴിഞ്ഞ് ചിങ്ങം മുതൽ കണ്ഠരര് വലിയ തന്ത്രി രാജീവേട്ടൻ അദ്ദേഹവും വന്നു. അപ്പോൾ ഇവരോടെല്ലാവരോടൊപ്പം പ്രവർത്തിക്കാനുള്ളൊരു ഭാഗ്യം കൂടിയാണ് ലഭിച്ചത്. പിന്നെ ഭക്തജനങ്ങളുടെ കാര്യം, ശരിക്കും ഇത്ര അധികം ഭക്തജനങ്ങൾ ഒരേ സമയം ഓടിയെത്തുന്ന ഒരു സ്ഥലം ശബരിമല. അവരുടെ ഭക്തിയുടെ മുന്നിൽ നമ്മുടെയൊക്കെ ഭക്തി ഇനിയും കുറേ വളരേണ്ടതുണ്ട് എന്ന് തോന്നിക്കുന്ന നിമിഷങ്ങൾ. ഓരോരോ ഗുരുസ്വാമിമാർ വന്ന് അവരവരുടെ അനുഭവങ്ങൾ എന്നോട് പറയുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. ഓരോരുത്തരും അയ്യപ്പനെയും മാളികപ്പുറത്തമ്മയൊക്കെ നേരിട്ട് കണ്ട മാതിരിയുള്ള അനുഭവങ്ങളാണ് അവർ പറഞ്ഞത്. അവരുടെ ജീവിതത്തിൽ അയ്യപ്പസ്വാമി 2 കൈയും വെച്ച് അനുഗ്രഹിച്ചതായും മാളികപ്പുറത്തമ്മ 2 കൈയും വെച്ച് അനുഗ്രഹിച്ച് ജീവിതം മാറി മറിഞ്ഞതും എല്ലാം. അതിനുശേഷം അയ്യപ്പസ്വാമിയുടെയും മാളികപ്പുറത്തമ്മയുടെയും എല്ലാ വർഷവും അവിടെ വന്ന് ഒരുപാട് പേരെ കെട്ട് നിറച്ച് ക്ഷേത്രത്തിലെത്തിച്ച് ദർശനം കണ്ടു പോകുന്ന കാഴ്ച കാണാൻ ഭാഗ്യം കിട്ടി. അതിനുശേഷമാണ് കർക്കിടകം സമയത്ത് പ്രളയം വന്നത്. പ്രളയ സമയത്ത് നിറപുത്തരിക്ക് ഒരു ഭക്തൻ വളരെ കഷ്ടപ്പെട്ട് ആ കുത്തി ഒലിച്ചു പോകുന്ന പമ്പ വളരെ റിസ്ക് എടുത്താണ് അദ്ദേഹം നീന്തിക്കടന്ന് കതിരുമായിട്ട് ഇപ്പുറം വരികയും നമ്മൾ നിറപുത്തരി ആഘോഷിക്കുകയും ചെയ്തത്. പിന്നെ അതിന് തുലാമാസം ആയപ്പോഴേക്കും ആചാരലംഘനവും സ്ത്രീ പ്രവേശന സംബന്ധമായ കാര്യങ്ങളൊക്കെ ആ സമയത്തായിരുന്നു ഉണ്ടായിരുന്നത്. വളരെയധികം മനസ്സിനെ വിഷമിപ്പിച്ച വേദനിപ്പിച്ച ഒരു കാര്യമായിരുന്നു ഈ ആചാര ലംഘനത്തിനുള്ള ശ്രമങ്ങളും അതിൻ്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്ന ഭക്തന്മാർ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും എല്ലാം. അതിൻ്റെ വളരെ ഭക്തന്മാർ വിഷമിക്കുന്ന കാഴ്ച, അവരോടൊപ്പം നമ്മളും വളരെയധികം വിഷമിച്ച ഒരു സാഹചര്യമായിരുന്നു അന്ന്. ആചാര ലംഘനത്തിന് എതിരായി ഭക്തജനങ്ങൾ നിന്നത് വളരെ നമ്മളത് കണ്ട് വളരെ വിഷമിച്ച സാഹചര്യമാണ്. ഈ ഭക്തജനങ്ങളുടെയൊക്കെ ശാപമായിരിക്കാം ഒരു പക്ഷേ ഇതിന് കാരണക്കാരായവർ പിന്നീട് അനുഭവിക്കേണ്ടി വന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും. ഭക്തജനങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ക്ഷേത്ര സ്ഥലങ്ങളിൽ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭക്തജനങ്ങളുടെ ശാപം അത് വല്ലാത്ത രീതിയിൽ ബാധിക്കും. ആ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും അതിൻ്റെ പമ്പയും കാനനപാതയും എല്ലാം വളരെ വൃത്തിയോടുകൂടി സൂക്ഷിക്കാൻ ഓരോരോ ഭക്തരും ശ്രമിച്ചെങ്കിൽ മാത്രമേ അത് നടക്കൂ. അതേമാതിരി മാലയിട്ട് വ്രതം എടുത്ത് തന്നെ ക്ഷേത്ര ദർശനം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുമാതിരി മാല ഊരിക്കഴിഞ്ഞാൽ വ്രതം മുറിക്കുക എന്ന് പറയുന്നൊരു ചടങ്ങുണ്ടോ എന്ന് വെച്ചിട്ട് പലരും വരാറുണ്ട്. അങ്ങനെ വ്രതം മുറിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങൊന്നുമില്ല. മാല ഊരിയാൽ വ്രതം അവസാനിച്ചു എന്നല്ലാതെ വ്രതം മുറിക്കാൻ വേണ്ടി വേറെ ചില കാര്യങ്ങൾ ചെയ്യുന്ന ഏർപ്പാട് ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കിട്ടാൻ അയ്യപ്പസ്വാമിയും ഭക്തനും ഒന്നാവുന്ന ആ സ്ഥലത്ത് പോകുമ്പോൾ പ്രത്യേകിച്ച് പരിഗണനകളൊന്നും പ്രതീക്ഷിക്കാതെ ആരെയും പ്രത്യേകമായിട്ട് ബുദ്ധിമുട്ടിക്കാതെ ഒരു സെക്കൻഡ് അയ്യപ്പസ്വാമിയുടെ മുന്നിലെത്തുമ്പോൾ നമ്മൾ അയ്യപ്പസ്വാമിയെ കാണുന്നതോടൊപ്പം അയ്യപ്പസ്വാമി നമ്മളെ കാണാനും കൂടിയാണ് ആവശ്യം. അപ്പോൾ ആ പരസ്പരം ദർശനം നടക്കുന്ന സമയത്ത് വേറെ ആരുടെയും സഹായം അഭ്യർത്ഥിക്കൊന്നും വേണ്ട. നേരെ പോവുക, ദർശനം നടത്തുക, വരിക. വന്നതിന് ശേഷം നമ്മൾ തന്നെ ഭക്തർക്ക് നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന പ്രസാദമൊക്കെ മാല ഊരുന്നതിന് മുമ്പ് തന്നെ കൊടുക്കണം. അതിനുശേഷം വേണം മാല ഊരാൻ. അതുപോലെ ക്ഷേത്രങ്ങളിലും പോയിട്ട് ചെയ്താൽ വളരെ നല്ലതാണ്. വീണ്ടും ഒരു വൃശ്ചിക മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശരണം വിളികളും ഭക്തജനങ്ങളുടെ ക്ഷേത്ര ദർശനവും ഭജനയും പാട്ടും എല്ലാം ഇവിടെ മൊത്തം എന്ന് അലയടിക്കുകയാണ്. ഈ ഒരു മണ്ഡലക്കാലവും വളരെ ഭംഗിയായി തീരാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അയ്യപ്പസ്വാമിയുടെയും മാളികപ്പുറത്തമ്മയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. സ്വാമിയേ ശരണമയ്യപ്പ.